ഇന്നത്തെ വീഡിയോയിൽ അടുക്കള രഹസ്യങ്ങളോടൊപ്പം തന്നെ രണ്ട് രുചി രഹസ്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 100% ഉറപ്പായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള രണ്ട് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കണം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും കൂടി മറന്നു പോകരുതേ. ആദ്യത്തെ രുചി രഹസ്യം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഇതാ 4 പപ്പടമാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പപ്പടത്തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതാ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കുക, വളരെ ചെറുതാണെന്ന് മാത്രം. ഇതാ ഞാനിപ്പോൾ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ അതിലൊക്കെ ആ വെളിച്ചെണ്ണ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. പപ്പടം ആയതുകൊണ്ട് തന്നെ പപ്പടത്തിൻ്റെ കാരൊക്കെ ആ വെളിച്ചെണ്ണയിൽ ഊറി വരും. അതുകൊണ്ട് തന്നെ കുറേശ്ശായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതാ ഒരു നാല് പപ്പടം പിന്നെ എക്സ്ട്രാ ഞാൻ ഒന്നും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതലായിക്കോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ഇതാ വീണ്ടും പിന്നെ പഴയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പൊരിച്ചെടുത്ത വെളിച്ചെണ്ണ ഒക്കെ ഒഴിവാക്കിയിട്ട് വേറെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അത് അതിലേക്ക് ഒരു ചെറിയ സവാള എടുത്ത് ചെറുതാക്കി അരിഞ്ഞതുണ്ട്. കൂട്ടത്തിൽ ഒരു 10 ചുവന്നുള്ളിയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചെറുതാക്കി അരിഞ്ഞതുണ്ട്. അപ്പോൾ അതാ ഈ സവാളക്ക് പകരം നമ്മൾ ചുവന്നുള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. പിന്നെ കൂടുതൽ ആവശ്യമുള്ളതിനോണ്ടാണ് ഞാൻ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് സവാളയും എടുത്തിട്ടുള്ളത്. പിന്നെ അത് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മളെ ഈ മുളകുണ്ടല്ലോ അത് ക്രഷ് ചെയ്തിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതേപോലെ ചെറിയൊരു പാത്രത്തിൽ നമ്മൾ കുറച്ചധികം ഇതേപോലെ ഈ വറ്റൽമുളക് എടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയതിന് ശേഷം ഇങ്ങനെ പൊടിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലിട്ടോ. അപ്പോൾ കുറേ ദിവസം നമുക്ക് ആവശ്യത്തിനൊക്കെ അതിന് കുറേശ്ശെ എടുത്താൽ മതി, കേടൊന്നും വരില്ല. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പാകത്തിനുള്ള ഉപ്പും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുക. ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല. ആ ഒരു വറ്റൽമുളക് ക്രഷ് ചെയ്തിട്ടുണ്ടല്ലോ അത് തന്നെയാണ് കേട്ടോ ചേർത്തത്. ഉള്ളിയൊക്കെ അത്യാവശ്യ രീതിയിൽ വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിലുള്ള തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ ആ തേങ്ങ ഇത്തിരി കൂടിപ്പോയോ എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് അതിന്ന് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ നല്ലോണം ഒന്ന് ആ തേങ്ങ ചെറുതായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം കേട്ടോ. നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള പപ്പടം ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വേറൊരു നമ്മളെ സെർവിങ് ബൗളിലേക്ക് മാറ്റണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ടി. അടുത്തത് കുക്കറിൽ നമ്മൾ പച്ചക്കറി പരിപ്പ് അതേപോലത്തെ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുറത്തേക്ക് തിളച്ച് തൂവുന്ന ഒരു അവസരം ഉണ്ടാവുന്നുണ്ടല്ലോ, ആ ഒരു മഞ്ഞപ്പൊടിയും എല്ലാം കൂടി മഞ്ഞ കളറിൽ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 1-2 ടിപ്പ് വീഡിയോയിൽ ഞാൻ 2 ടൈപ്പ് ടിപ്പുകൾ ഇട്ടിട്ടുണ്ട്. കൂടാതെ അതായത് മൂന്നാമത്താണ് കേട്ടോ. അപ്പോൾ അത് ആ കുക്കറിൻ്റെ മൂടീൻ്റെ ആ ഭാഗത്തുണ്ടല്ലോ, മൂടി ആ എന്താ പറയുക നമ്മളെ ആ റബ്ബറിൻ്റെ കാസ്കറ്റുള്ള ആ സ്ഥലത്ത് നമ്മൾ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഇതേപോലെ പുറത്തേക്ക് തെറിക്കൂല കേട്ടോ. ഇതേപോലെ വെച്ചാൽ മീൻസ് ഇതിപ്പോൾ 3ാമത്തെ വിസിലാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മഞ്ഞ കളറൊന്നും വന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണ്ടി. നമ്മളെപ്പോഴും ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലത്തെ കാസ്റ്റേണ്ട പാത്രത്തിൽ പൊരിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കാസ്റ്റേണ്ട പാത്രം നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കന് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ പൊരിച്ചെടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ കൂടുതൽ തീയേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പാന് പെട്ടെന്ന് ചൂടാവും കേട്ടോ, നല്ല ചൂടാവുകയും ചെയ്യും. ആ ചൂട് കുറേ സമയം നിൽക്കുകയും ചെയ്യും. അടുത്തത് ചപ്പാത്തിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ളതിനാണ് നമ്മൾ ചപ്പാത്തിൻ്റെ മാവ് കുഴക്കുന്ന സമയത്ത് ഇതേപോലെ RKGൻ്റെ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് നല്ലതാണ്. പിന്നെ അതേപോലെ ഈ ക്യാരറ്റ് ഒന്ന് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുക. പിന്നെ അതേപോലെ ഈ ബീട്രൂട്ട് മിക്സിയിൽ അരച്ചിട്ട് ഈ ചപ്പാത്തി പൊടിൻ്റെ കൂടെ ചേർത്തിട്ട് കുഴച്ച് ചൂടുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ചെറിയ ഒരു ചൂടുവെള്ളത്തിൽ കുഴയ്ക്കാൻ വേണം. പിന്നെ അതേപോലെ കുഴച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണം. അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടുക. നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തത് ചെമ്മീൻ നമ്മൾ കറി വെക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഈ ചെമ്മീനെ കാണുമ്പോൾ നല്ല വേവുണ്ട് എന്ന്. പക്ഷേ ഒരുപാട് ഇത് വേവിച്ചാൽ റബ്ബർ പോലെ ആയിപ്പോവും, ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറഞ്ഞ വേവ ഈ ഒരു ചെമ്മീൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കറി വെക്കുന്ന സമയത്ത് പച്ചമുളക്, ഉള്ളി, മാങ്ങ അങ്ങനത്തെ ഒക്കെ ഇടുമല്ലോ, അതൊക്കെ നല്ലോണം വെന്തതിന് ശേഷം മാത്രമാണ് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ചെമ്മീൻ്റെ കൂട്ടത്ത് തന്നെയാണ് ഞാനിതാ മുരിങ്ങക്കായ ഇടുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല മുരിങ്ങക്കായൻ്റെ വേവിൻ്റെ അത്ര തന്നെ ഉള്ളൂ ഈ ചെമ്മീൻ വേവ്. ഏറിയാൽ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ചെമ്മീൻ നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തന്നെ കറി വെക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ മസാലയിൽ ചെമ്മീൻ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ കറിയിൽ മുരിങ്ങക്കായ ഇടുന്ന സമയത്ത് അങ്ങനെ മുരിങ്ങക്കായ ആണെങ്കിൽ കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഈ ചെമ്മീനും ഒരുമിച്ചിട്ടാൽ തന്നെ നല്ലതാണ്. പിന്നെ ഇനി നമ്മൾ പുറത്തുനിന്ന് അജ്മി പൊട്ടുപൊടിയോ അങ്ങനത്തെ പൊട്ടുപൊടികളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. റേഷൻ കടയിൽ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അത് 3 കിലോ എടുക്കുക. നമ്മളെ സാധാ പച്ചരി 2 കിലോ എടുക്കുക. അങ്ങനെ എടുത്ത് നല്ല രീതിയിൽ കുതിർത്ത് കഴുകി ഊറ്റിയിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുക. അപ്പോൾ പൊടിപ്പിക്കുന്ന സമയത്ത് അവരോട് പറയണം പുട്ടിനാണ് വറുക്കണമെന്ന്. അങ്ങനെ നമ്മളൊരു 5 കിലോനൊക്കെ ഇതേപോലെ പുട്ടിൻ്റെ പൊടി വറുത്തെടുത്ത് വെക്കുകയാണെങ്കിൽ, ഞാനിവിടെ 5 കിലോനാണ് എടുത്തത്. അതിപ്പോൾ ഞാനും കാക്കി മാത്രം ആയതുകൊണ്ട് പിന്നെ വല്ലപ്പോഴല്ലേ കുട്ടികൾ വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 മാസം വരെ പൊടിപ്പിച്ച് വറുത്തത് കൊണ്ട് തന്നെ ഒരു കേടും വരാതെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു വിരുന്നാരോ അങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ പണിക്കാരോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ രാവിലത്തെ ചായക്കായാലും ഒക്കെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം സോഫ്റ്റ് ഒക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അജ്മീൻ്റെ അത്ര തന്നെ സോഫ്റ്റ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ പുട്ട്. അപ്പോൾ നമുക്ക് ഇറച്ചിക്കറിയോ ഈ കടലക്കറിയോ എന്തിൻ്റെ കറീൻ്റെ കൂടെ വേണമെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് കൂട്ടാൻ പറ്റും. അടുത്തത് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കറി വെക്കുമ്പോൾ ഈ ചെറുപയർ അധികം ആൾക്കാരും വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി വെക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി. അപ്പോൾ ഇതിൽ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതാക്കി മുറിച്ചതുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഉള്ളി, 2-3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്. അപ്പോൾ ഈ ചെറുപയർ പരിപ്പ് എന്നിവയൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ ഉപ്പേരി വെക്കുമ്പോൾ ഒക്കെ ചിലവർക്കൊക്കെ ഗ്യാസിൻ്റെ തകരാറുണ്ടാകും. അപ്പോൾ ആ ഗ്യാസിൻ്റെ തകരാറ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കറി വെക്കുമ്പോൾ ഒരു 2-3 അല്ലി ഈ വെളുത്തുള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ചിക്കൻ മസാലപ്പൊടിയൊക്കെ ആണെങ്കിൽ അത് ചേർത്തിട്ട് വേവിച്ചെടുത്താൽ നല്ലതാണ്. പിന്നെ അതിൽ തേങ്ങ അരയ്ക്കാതെ വറവിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, സോറി. അടുത്ത ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് ഗ്രീൻ പീസ് കറിയാണ്. ഈ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ക്യാരറ്റൊക്കെ ഉപയോഗിക്കലുണ്ടോ? ഇല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഇതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട്. എനിക്ക് സ്ഥിരമായിട്ട് ഞാൻ ഈ ഗ്രീൻ പീസ് വെക്കുമ്പോൾ ക്യാരറ്റ് ഇല്ലാഞ്ഞാൽ പറ്റൂല കേട്ടോ. എനിക്ക് എന്തോ തയ്യാറാണ് ആ ഒരു ഗ്രീൻ പീസ് മാത്രം വെക്കുമ്പോൾ. അത് ഒന്നാമത്തേത് ആ ഒരു ഗ്രീൻ പീസിൻ്റെ ഈ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടി ഈ ഒരു ക്യാരറ്റ് ഉപയോഗമാണ് കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റും ഈ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ ഇപ്പോൾ ആണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. വേവിക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഈ ഗ്രീൻ പീസ് പാകത്തിന് വെന്ത് വരില്ല. ഈ ഗ്രീൻ പീസ് ഞാൻ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മുമ്പ് ഏതൊക്കെ വ്ളോഗിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട് ഇതേ ഒരു റെസിപ്പി. പിന്നെ വേറെ കാര്യമായിട്ട് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നത് തേങ്ങ അരച്ചിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അല്ല 1/2 ടീസ്പൂൺ അളവിൽ ഈ വലിയ ജീരകം കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. പിന്നെ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതാക്കിയിട്ടൊരു തിള വരണേ. അപ്പോൾ ഒരുപാട് തിള വരണ്ട. അപ്പോൾ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഒരുപാട് തിള ഇനി പച്ചക്കറിയിലാണെങ്കിലും മീൻ കറിയിലാണെങ്കിലും ഒക്കെ നല്ല തിള വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കറി ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോയിട്ടോ, ആ തേങ്ങൻ്റെ ആ ഒരു കൊഴുപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിൽ നമ്മളെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും കടുക് ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ വറവിട്ട് കൂടി ഇട്ടാൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ആ വറ്റൽമുളകൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് നമ്മൾ പൊടിപ്പിക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് കഴുകി ഉണക്കിയത് എടുക്കുമല്ലോ, അപ്പോൾ അതിന്ന് കുറച്ച് ഇതേപോലെ ചെറിയൊരു ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കടുക് വറവിടുന്ന സമയത്ത് ഇങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുന്ന ആ സമയത്ത് കത്രിയൊന്നും തിരഞ്ഞു പോയി എടുക്കും വേണ്ട, കൈ കൊണ്ട് മുറിക്കാൻ നിൽക്കണ്ടല്ലോ. ഇങ്ങനെ ഒരു ബോക്സിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കേടും വരില്ല കേട്ടോ, കുറേ നാൾ നിൽക്കും. അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് കറി നമ്മൾ നൈസ് പത്തിരിയിലേക്കാണ് കേട്ടോ അടിപൊളി, അതേപോലെ പാലപ്പത്തിലേക്കും. ഞാനിപ്പോൾ കഴിക്കുന്നത് പുട്ടിലേക്കാണ്. പുട്ടിലേക്കാളും മാച്ച് നൈസ് പത്തിരിക്കും പാലപ്പത്തിനും പിന്നെ ചപ്പാത്തി അങ്ങനത്തെ ഒക്കെ കറിക്കാണ്. ഈ കറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തേങ്ങയിൽ വലിയ ജീരകം അരച്ച് ചേർക്കുന്നതാണ്. അപ്പോൾ വലിയ ജീരകം അരച്ച് ചേർക്കുന്ന സമയത്ത് കൂടുതലായി പോവാതിരിക്കാനും ശ്രദ്ധിക്കണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഡെയിലി നമ്മളെ വീട്ടിൽ എന്തായാലും ഏതെങ്കിലും ഒരു തരത്തിൽ ഈ കോഴിമുട്ടൻ്റെ ഉപയോഗം ഉണ്ടാകലുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലൊക്കെ വാങ്ങി വെക്കുമ്പോഴും പിന്നെ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവരുമ്പോഴും അപ്പോൾ ഇത് കേടായിക്കണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ്സിലോ ഒരു പാത്രത്തിലോ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഈ കോഴിമുട്ട വെച്ച് കൊടുക്കുക. അപ്പോൾ കേടാണെങ്കിൽ ആ കോഴിമുട്ട അങ്ങനെ പൊന്തി നിൽക്കും കേട്ടോ, വെയിറ്റ് ഇല്ലാത്ത രൂപത്തിൽ. അപ്പോൾ നമ്മളിത് നോക്കാതെയാണ് പുഴുങ്ങാനൊക്കെ ഇടുന്നതെങ്കിൽ പുഴുങ്ങി നമ്മൾ കറി വെക്കാൻ സമയത്തായിരിക്കുമല്ലോ ഇത് കേടാണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ കിച്ചണിലുള്ള സാധനങ്ങൾ തന്നെയാണ് വെള്ളവും ഗ്ലാസ്സും ഒക്കെ
അപ്പോൾ ഒരു മടിയില്ലാതെ അതൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് അങ്ങനെ ചെയ്യുന്ന ഒരു സമയനഷ്ടം കൂടി ഇതൊന്ന് കിട്ടും. ഈ ഫ്രിഡ്ജിൽ വെച്ചാലും പുറത്ത് വെച്ചാലൊക്കെ കുറേ നാൾ കിട്ടുമെങ്കിലും ഈ കുറേ ദിവസം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഏതും എവിടെ വെച്ചാലും കേടുവരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ടിപ്പ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അടുത്ത ഇതാ അടിപൊളി ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രൂപത്തിലല്ല ചെയ്യുന്നതെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണ്ടി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിതാ ഈ കുരുമുളക് പിന്നെ ഇതേപോലെ ഒരു ഇടിക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് ചെറിയ ജീരകം വല്ലപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നതിനോട് തന്നെ ഇത് ഫ്രിഡ്ജിൽ ഇതേപോലെ ഗ്ലാസ് ബോട്ടിലാക്കിയാണ് കേട്ടോ വെക്കൽ. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറേ നാൾ കിട്ടും. ഇത് വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഞാൻ കേട്ടോ. പ്രത്യേകിച്ച് പച്ചക്കറിയിലൊന്നും ഞാൻ അങ്ങനെ ഇത് ചേർക്കലില്ല. അപ്പോൾ ചേർക്കുന്ന ടേസ്റ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു രുചി എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതിനോടാണ് ഞാൻ അങ്ങനെ ചേർക്കാത്തത്. അപ്പോൾ പിന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കറികളിലും മറ്റൊക്കെ ഞാനത് ഉപയോഗിക്കുകയും ചെയ്യും. പിന്നെ അത് നല്ലോണം ചതച്ചെടുക്കട്ടോ, പൊടിക്കല്ല ചതച്ചെടുക്കുക. പിന്നെ അത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് അതും ഒന്ന് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമ്മൾ ഈ രസം വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മൺചട്ടിയിലേക്ക് ചതച്ച് വെച്ചത് ഈ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മല്ലിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ, പച്ചമല്ലി ഉണ്ടല്ലോ അതും കൂടി ചതയ്ക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വെള്ളം തിളപ്പിക്കുന്നതിനോട് തന്നെ ഈ മല്ലി തീരല്ല കേട്ടോ, അത് ഡെയിലി എടുക്കുന്നതിനോട് ഞാൻ പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ട്. ഇനി പിന്നെ രസം വെക്കണമെന്ന് പെട്ടെന്നൊരു തോന്നൽ വന്നപ്പോൾ പിന്നെ മല്ലിയില്ല, മല്ലിയില്ലേലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി പിന്നെ ആ ഒരു ഈ വെളുത്തുള്ളിൻ്റെയും കുരുമുളകിൻ്റെ ഒക്കെ കൂട്ടിലേക്ക് ഒരു തക്കാളി നല്ല പഴുക്കണം കേട്ടോ, അത് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ ചെറിയൊരു പീസ് കായം, ഈ എൽജിൻ്റെ പെരുങ്കായമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കൽ. അത് നല്ല അടിപൊളി സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് അതേപോലെ പ്ലാസ്റ്റിക് കവറിലാക്കി ഇങ്ങനെ പൊതിഞ്ഞ് കവർ ചെയ്താണ് കേട്ടോ ഇത് എടുത്ത് വെക്കൽ. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പുളി കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ലോണം കുതിരാനായിട്ട് മാറ്റി വെക്കണം. പിന്നെ അത് പെട്ടെന്ന് എടുക്കുമ്പോൾ ശരിക്കും അതിൻ്റെ സത്ത് വരൂല കേട്ടോ, അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചാലും മതി. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷമാണ് പുളി പിഴിഞ്ഞിട്ട് നല്ലോണം ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം പുളി വേണം കേട്ടോ, ഒരുപാടായി പോകണ്ട, എന്നാലും പാകത്തിനുള്ള പുളി വേണം. കുറച്ചധികം വെള്ളം വേണം. കാരണം എന്താ വെച്ചാൽ കുറച്ചധികം വെള്ളം വെക്കുന്നത് ഈ ഒരു തക്കാളിയും പിന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ നല്ലോണം ഒന്ന് വെന്തുടയണം, എങ്കിലേ ഈ ഒരു രസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു രസം പിന്നെ എന്തെങ്കിലും ഒരു ചമ്മന്തിയും മാത്രം മതി കേട്ടോ. ഇനി ചമ്മന്തി വേണമെന്നില്ല, രസം തന്നെ മതി, നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. പിന്നെ ഉലുവ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ, പിന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം വെന്ത് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം രസം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുകും വറ്റൽമുളകും വറവിട്ട് അടിപൊളി രസം റെഡി ആയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.